ഇന്ന് നല്ലൊരു ഹെയർ ഓയിലുമായിട്ടാണ് വന്നേക്കുന്നത്. തലമുടി നല്ല കട്ട കറുപ്പാകാനും തലമുടി നല്ല തഴച്ച് വളരാനും വേണ്ടിയിട്ടുള്ളൊരു ഹെയർ ഓയിലായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഇത്. തേച്ചിട്ടുണ്ടെങ്കിൽ മുടി ഇഷ്ടം പോലെ തഴച്ച് കട്ടിയായിട്ട് വളരും. താരന ഉണ്ടാവില്ല, മുടി ഒഴിച്ചിലുണ്ടാവില്ല, തലമുടി നല്ല കറുപ്പായിട്ടിരുന്നോളും. ചെറുപ്പത്തിലേ തൊട്ട് തല തേച്ച് പിള്ളേരെ പഠിപ്പിച്ചാൽ മതി. വയസ്സായാലും തലമുടി നരയ്ക്കത്തില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനിനി ഹെയർ ഓയിലുകൾ പല വിധത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പത്തിന് പറഞ്ഞു തരാം. ഇത് കരിഞ്ഞു പോകാതെയോ മൂത്ത് പോകാതെയോ ഉള്ളൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ഇന്നൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. തലമുടി വളരാനും തലമുടിയിൽ താരം പോകാനും മുടി കൊഴിച്ചിൽ മാറാനും തലമുടി നല്ലപോലെ കറുത്ത് വരാനുമുള്ള ഒരു ഹെയർ ഓയിൽ. അതിനാവശ്യമുള്ളത് മൈലാഞ്ചി ഇല, ചെമ്പരത്തിപ്പൂവ്, അടുത്ത പാത്രത്തിൽ കറിവേപ്പില, തുളസി ഇല, കരിഞ്ജീരകം, ഉലുവ, ശംഖുപുഷ്പത്തിൻ്റെ പൂവ്, കുറച്ച് മുല്ലപ്പൂ. മുല്ലപ്പൂ എന്തിനാണെന്ന് വെച്ചാൽ നല്ല കണ്ണിന് നല്ല സുഖം കിട്ടും. മുല്ലപ്പൂവിന് തലയിൽ എണ്ണ തേച്ച് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് മുല്ലപ്പൂ വെച്ചേക്കുന്നത്. എല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതാണ് എളുപ്പം. മിക്സിയുടെ ജാറ് വെക്കുക. ഇതിലേക്ക് ഉലുവയും കരിഞ്ജീരകവും കൂടി ആദ്യം പൊടിക്കുക. പൊടിക്കുക എന്ന് പറഞ്ഞാൽ നൈസായിട്ട് പൊടിയൊന്നും വേണ്ട കേട്ടോ. അതൊന്ന് രണ്ടായിട്ട് മുറിഞ്ഞ് കിട്ടിയാലും മതി. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് ബാക്കി എല്ലാ സാധനവും കൂടെ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. മൈലാഞ്ചി ഇതിൽ മെയിനായിട്ട് കൂടുതലും വേണ്ട ചെമ്പരത്തിപ്പൂ കേട്ടോ. കുറേ എണ്ണ കാച്ചണ എൻ്റെ വീഡിയോ ഞാനിട്ട് കാണിച്ചു തരാം. തലമുടി നല്ലപോലെ കറുത്ത് വരാൻ വേണ്ടിയിട്ടുള്ള എണ്ണ കാച്ചണം. പല ടൈപ്പ് എണ്ണ. എല്ലാം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുത്താൽ മതി. എന്തിനാന്ന് വെച്ചാൽ മുഴുവനും ഇടുന്നേക്കാളും എളുപ്പത്തിന് നമുക്ക് ഒന്ന് സെറ്റാക്കി കിട്ടാനാണ് ഇന്ന് അരച്ചെടുക്കുന്നത്. വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ കേട്ടോ. ഒരു ഇരുമ്പ് ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഇരുമ്പ് ചീഞ്ചട്ടി ഇല്ലെന്ന് ഓർത്തും വിഷമിക്കേണ്ട. എന്ത് പാത്രമാണേലും മതി. ഇത് മില്ലിൽ നിന്ന് മേടിച്ച ചക്കിലാട്ടുന്ന എണ്ണയാണ് കേട്ടോ. ഒരു 500 ഗ്രാം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളി മുറിച്ചിടുക, അല്ലെങ്കിൽ ഒരു സവോള മുറിച്ചിടുക. അതിലേക്ക് വേണം നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന കൂട്ടെല്ലാം കൂടെ കൊടുക്കുക. ഉള്ളി സവോള ഇടുന്ന എന്തിനാണെന്നറിയാം, എണ്ണ മൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൂപ്പ് പാകമാകാൻ വേണ്ടി ആകുമ്പോൾ നമുക്കറിയാം. അല്ല എല്ലാവർക്കും ചിലപ്പോൾ എണ്ണ കാച്ചാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. എണ്ണ മൂത്ത് പോകും എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അതിനകത്തേക്ക് ഒരു ഉള്ളിയോ ഒരു സവോളയോ അരിഞ്ഞിട്ടേക്കുക. ഒരു സവോളയല്ല, ഒരു പീസ്. എന്നിട്ട് 1 മിനിറ്റ് നേരം തീ കൂട്ടി വയ്ക്കുക.
എല്ലായിടത്തും ഇങ്ങനെ തിളച്ചെന്നാവാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഒന്ന് തീ കൂട്ടി വയ്ക്കാൻ പറഞ്ഞത് കേട്ടോ. ഒന്ന് യോജിപ്പിക്കണം നല്ലപോലെ. അത് അരച്ച് കട്ടയായിട്ടിരിക്കുമല്ലേ, അതൊന്ന് ലൂസാക്കി എടുക്കണം. അതിനാണ് ഇങ്ങനത്തെ തവിയും കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇതിനകത്ത് വെള്ളവും പറ്റണം, എണ്ണയിലെ വെള്ളം പറ്റണം. അതായത് ഈ പത നിൽക്കണ വരെ വേണം. എന്നിട്ട് തന്നെ നമ്മുടെ ആ സവോള ഇട്ടേക്കണത് മൂത്ത് വരത്തുള്ളൂ. ഇനി നമുക്കത് തീ കുറച്ച് വയ്ക്കാം. ഉലുവയും കരിഞ്ജീരകവും കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ എണ്ണ കാച്ചി വെച്ചിട്ട് തലമുടിയിൽ നല്ല പോലെ തേച്ച്, ഇപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂൾ അടച്ചിരിക്കുമല്ലോ, ഇങ്ങനെ എണ്ണ കാച്ചി തല തേക്കുകയാണെങ്കിൽ മുടിയൊക്കെ നല്ല പോലെ വളർന്നോളും. പിള്ളേർക്ക് ഇഷ്ടമാവും മുടി നീളം ഉണ്ടാകുന്നത്. എന്താ ജാനിക്കുട്ടി ഇവിടെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് നമ്മുടെ ഉലുവയും കരിഞ്ജീരകവും കൂടെ ഇട്ടേക്കാം. എന്നിട്ട് ഇനി തീ കുറച്ച് വയ്ക്കണം. തീ കുറച്ച് വെച്ച് പയ്യെ ആക്കി എടുത്താൽ മതി. പെട്ടെന്ന് എണ്ണ വറുത്ത് കരിച്ചെടുക്കരുത്. ഇങ്ങനെ വെച്ച് കുറച്ച് സമയമാവും. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണയുടെ പാകമായിട്ടുണ്ട്. സവോള കണ്ടോ, കാണിച്ചു തരാം. ഇതുകൊണ്ട് സവോള മൂത്ത് മഞ്ഞ കളറായത്, അതാണ് അതിൻ്റെ പാകം. പിന്നെ ഇതിൻ്റെ പത നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. പതയൊക്കെ നിന്നില്ലേ. നമ്മുടെ ഈ എണ്ണ കാച്ചി കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. ഈ പാത്രത്തിൽ തന്നെ വയ്ക്കരുത് കേട്ടോ. പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ വെച്ചാൽ എണ്ണ മൂപ്പ് കൂടുതലായിപ്പോവും. അതുകൊണ്ട് ഈ പാത്രത്തിൽ വയ്ക്കാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ മൂപ്പ് കുറവുണ്ടായിട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മൂത്തിട്ട് പിന്നെ അല്ലെങ്കിൽ ഇളക്കി കൊടുത്ത് ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട്. ഇനി തീ കടത്തി വെച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അരിച്ചെടുക്കണം. നമുക്കിത് അരിച്ചെടുക്കാം. അത് കണ്ട മൂത്തതെന്ന് അറിയാനായിട്ട് ഇതുപോലെ മൂത്തിരിക്കും എണ്ണ. അല്ല, അതിനകത്ത് നമ്മൾ ഇട്ട സാധനങ്ങളില്ലേ, നമുക്ക് എണ്ണ മുഴുവനും ഊറ്റിയെടുക്കണം. എണ്ണ മുഴുവനും നമുക്ക് പീച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ. നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇതൊരു മാസം വരെ തേക്കാൻ വരെ കാണും. നമ്മൾ കയ്യിലെടുത്തിട്ട് നല്ലപോലെ തിരുമ്മി തലയിൽ തേച്ച് മസാജ് ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് താളിയൊക്കെ ഇട്ട് കഴുകിക്കളയാവുള്ളൂ. ഒരു ഷാമ്പു ഇടണ്ട. ചെമ്പരത്തി താളിയൊക്കെ ഇട്ട് തല കഴുകിയ തലമുടി നല്ലതായിട്ട് ശക്തിയിൽ വളർന്നു വരും. ഇതൊക്കെ ചെറുപ്പത്തിലെ പിള്ളേർക്ക് തേച്ച് കൊടുക്കാൻ മുടി എന്നും കറുത്ത കരിക്കട്ട പോലെ ഇരിക്കും. ഇതുണ്ടോ, നല്ലെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് എണ്ണ കാച്ചിയാൽ മതി. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് എണ്ണ കാച്ചിയാൽ മതി. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.